എമ്പുരാൻ റിലീസിംഗിലെ ആശയക്കുഴപ്പം അവസാനിച്ചു. സിനിമയുടെ നിർമ്മാണം ശ്രീ ഗോകുലം മൂവീസ് ഏറ്റെടുത്തു. നിശ്ചയിച്ച ദിവസം തന്നെ ചിത്രം റിലീസ് ചെയ്യും. ആശീർവാദ് സിനിമാസും ലൈക്ക പ്രൊഡക്ഷൻസും തമ്മിലുള്ള തർക്കത്തിൽ ഗോകുലം ഗോപാലൻ ഇടപെട്ടതോടെയാണ് ആശയക്കുഴപ്പം അവസാനിച്ചത്. റോഷിപാൽ നമുക്കൊപ്പം ചേരുന്നു തത്സമയം തിരുവനന്തപുരത്ത് നിന്ന്. റോഷിപാൽ, കാത്തിരുന്ന ചിത്രമാണ്. അതിന്റെ റിലീസിനെ തന്നെ ബാധിക്കുന്ന തരത്തിലായിരുന്നു ലൈക്ക പ്രൊഡക്ഷൻസുമായിട്ടുള്ള ഭിന്നതകൾ അവസാന ഘട്ടമായപ്പോൾ രൂക്ഷമായത്. അതിൽ ഗോകുലം ഗോപാലന്റെ ഇടപെടൽ എത്രത്തോളം നിർണായകമായി? സുജയ പാർവതി, മലയാളി സിനിമാ പ്രേക്ഷകരുടെ കാത്തിരിപ്പിന് വിരാമമാകുന്നു. L2 എമ്പുരാൻ ഈ മാസം 27 തന്നെ തിയേറ്ററുകളിൽ എത്തും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. കാരണം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമുക്കറിയാം എമ്പുരാൻ്റെ റിലീസിങ്ങുമായി ബന്ധപ്പെട്ട ആശയക്കുഴപ്പമുണ്ടായിരുന്നു. നേരത്തെ ആശീർവാദ് ഫിലിംസും ലൈക്ക പ്രൊഡക്ഷൻസും ചേർന്നാണ് എമ്പുരാൻ 120 കോടി മുടക്കിയുള്ള ചിത്രമാണ്. ഈ ചിത്രത്തിൻ്റെ നിർമ്മാണം അത് അന്തിമഘട്ടത്തിലെത്തിയത്. നിർമ്മാണം പൂർത്തിയാകുമ്പോൾ അതിൻ്റെ റിലീസിങ്ങുമായി ബന്ധപ്പെട്ട ചില തർക്കങ്ങൾ ഉണ്ടാകുന്നു. അത് ആശയക്കുഴപ്പമാകുന്നു. പിന്നീട് 27 തന്നെ എമ്പുരാൻ തിയേറ്ററിൽ എത്തുമോ എന്ന ഒരു സംശയമുണ്ടായി. ഏതായാലും അതിന് പൂർണ്ണമായും വിരാമമാകുന്നു. ശ്രീഗോകുലം മൂവീസ് ഏറ്റെടുക്കുകയാണ്. ഗോകുലം ഗോപാലിൻ്റെ നിർണായകമായ ഇടപെടലിന് പിന്നാലെയാണ് ഇപ്പോൾ എമ്പുരാൻ്റെ ആ റിലീസിങ്ങുമായി ബന്ധപ്പെട്ട ആശയക്കുഴപ്പം പൂർണ്ണമായും മാറിയിരിക്കുന്നത്. നിശ്ചയിച്ച അതേ രീതിയിൽ തന്നെ എമ്പുരാൻ തിയേറ്ററിൽ എത്തിക്കാൻ കഴിയുമെന്ന വിശ്വാസത്തിൽ തന്നെയാണ് ശ്രീഗോകുലം മൂവീസ് ഏറ്റെടുക്കുന്നത്. ഇതിൻ്റെ ലൈക്ക പിന്മാറുന്നു, ശ്രീഗോകുലം മൂവീസ് ഈ പ്രൊഡക്ഷൻ ഏറ്റെടുക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഏറ്റവും നിർണായക നീക്കം ഗോകുലം ഗോപാലൻ നടത്തിയെന്നാണ് നമുക്ക് ഒടുവിൽ അറിയാൻ കഴിയുന്നത്. ഈ ലൈക്കയും ഒപ്പം ആശീർവാദ് പ്രൊഡക്ഷനുമായുള്ള ഈ ഭിന്നത അത് രൂക്ഷമായി, അത് തിയേറ്റർ റിലീസിങ്ങിന് വലിയ വെല്ലുവിളിയായി മാറിയ ഘട്ടത്തിലാണ് ഈ ശ്രീഗോകുലം ഗ്രൂപ്പ് ചെയർമാൻ കൂടിയായ ഗോകുലം ഗോപാലിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഇടപെടൽ ഇതിലുണ്ടാകുന്നത്. തർക്കം പരിഹരിക്കുകയും ലൈക്ക പിന്മാറി പകരം ശ്രീഗോകുലം ഉറപ്പിക്കാം, ആരാധകർക്ക് ഇനി ആഘോഷം തുടങ്ങാം. ആ ഇടപെടലിൽ നിർണായകമായത് ഗോകുലം ഗോപാലന്റെ ഇടപെടലാണ്. ശ്രീ ഗോകുലം ഗോപാലൻ ഇപ്പോൾ നമുക്കൊപ്പം ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട്. ശ്രീ ഗോകുലം ഗോപാലൻ, ഗുഡ് ഈവനിംഗ്. ലൈക്ക പ്രൊഡക്ഷൻസിൽ നിന്ന് ശ്രീ ഗോകുലം മൂവീസ് ഇപ്പോൾ എമ്പുരാൻ ഏറ്റെടുത്തത് ആരാധകർക്ക് വലിയ ആവേശമായി മാറിയിരിക്കുകയാണ്. സിനിമയുടെ റിലീസ് മാറ്റിവെക്കേണ്ടി വരുമോ എന്നൊക്കെയുള്ള ഒരു ആശങ്കകളും ആശയക്കുഴപ്പങ്ങളും ഒക്കെ അവസാനിക്കുകയല്ലേ താങ്കളുടെ ഇടപെടലോടെ? ഞാൻ ഇടപെടുന്നുണ്ട്. കാരണം അവരുടെ തമ്മിലുള്ള ഒരു പ്രശ്നങ്ങൾ തീർക്കാനാണല്ലോ നമ്മൾ ശ്രമിക്കേണ്ടത്. ഒരു പ്രസ്ഥാനം അതുകൊണ്ട് മോശമായി പോകാൻ പാടില്ലല്ലോ. അതുകൊണ്ട് ഇടപെട്ടതാണ്. നല്ല രീതിയിൽ ആർക്കും ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ അത് തർക്കം തീർത്ത് എന്നാണ് എൻ്റെ വിശ്വാസം. തലശ്ശേരിയിൽ ഇത് സംബന്ധിച്ച ചർച്ചകളൊക്കെ നടന്നിരുന്നു എന്ന് കേട്ടിരുന്നു. തലശ്ശേരി ജഗന്നാഥ ടെമ്പിളിന്റെ ഒരു ഫംഗ്ഷന് വേണ്ടി വന്നതാണ് ഞാൻ. അതുകൊണ്ടാണ് ഇവിടെ തന്നെ നിൽക്കാനുള്ള കാരണം. കാരണം കൊടിയിറക്കം നാളെയാണ്. അത് കഴിഞ്ഞാൽ മാത്രമേ എനിക്ക് കൂടുതൽ സംസാരിക്കാൻ പറ്റുകയുള്ളൂ. പിന്നെ മാത്രമല്ല ഇതിന്റെ കാര്യങ്ങളൊക്കെ അതിന് ഞാൻ അപ്പോയിന്റ് ചെയ്ത ആൾക്കാർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. 27 തന്നെ ഇത് റിലീസാവും എന്നാണ് എൻ്റെ വിശ്വാസം. ഇനി 12 ദിവസം മാത്രമാണ് ബാക്കിയുള്ളത്. റിലീസിംഗ് ഡേറ്റ് മാറ്റുമോ എന്നതായിരുന്നു എല്ലാവരുടെയും ആശങ്ക. റിലീസിംഗ് 27 തന്നെ ഉറപ്പാക്കാനായിട്ടുള്ള ശ്രമങ്ങളല്ലേ ഇപ്പോൾ നടക്കുന്നത്? അതല്ല, തീർച്ചയായിട്ടും അങ്ങനെ അന്ന് തന്നെ നടക്കും എന്നാണ് എൻ്റെ വിശ്വാസം. ഇക്കാര്യത്തിൽ താങ്കൾക്ക് ഈ അവസാന ഘട്ടത്തിൽ, അതായത് ലൈക്ക മുടക്കിയ പണം മുഴുവൻ നൽകേണ്ടിയൊക്കെ വന്നിട്ടുണ്ടാകുമല്ലോ അല്ലേ അവസാന ഘട്ടത്തിൽ ഏറ്റെടുക്കുമ്പോൾ? കാരണം ഒരു ബിസിനസ്സുകാരനെ സംബന്ധിച്ചിടത്തോളം ഒരു ന്യായമായി വാങ്ങൽ കൊടുക്കൽ ശരിയായിട്ടുള്ള ആൾക്കാർക്ക് ഇതൊന്നും ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. കാരണം ബാങ്കും പിന്നെ ഫൈനാൻസ് കമ്പനിക്കാരൊക്കെ സഹായിക്കാൻ പറ്റുന്ന ഒരവസ്ഥ നമുക്ക് ഇന്നുണ്ട്. അതുകൊണ്ട് ഒരു കുഴപ്പമില്ലാണ്ട് പോകും. അപ്പോൾ സിനിമയുടെ വിജയത്തിന് എല്ലാ ആശംസകളും. താങ്കളുടെ ഇടപെടലിലൂടെ ആരാധകർക്കും അതൊരു ആവേശമായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. സിനിമയുടെ റിലീസ് മാറുന്നില്ല. മലയാളത്തിലെ ഏറ്റവും വലിയ സിനിമയാണ്. മാത്രമല്ല ആഗോളതലത്തിൽ തന്നെ ശ്രദ്ധിക്കപ്പെടാൻ പോകുന്ന സിനിമ എന്നതാണ് ഇതിന്റെ ഒരു മേക്കിംഗ് കാലഘട്ടത്തിൽ തന്നെ വ്യക്തമായിരുന്നത്. അതെ, ജനങ്ങളുടെ സഹകരണവും നിങ്ങളെപ്പോലത്തെ ആളുകളുടെ സഹകരണം അനിവാര്യമാണ് ഈ കാര്യത്തിൽ, ഈ വിജയത്തിന്. ഉറപ്പായും അതെന്നും ഉണ്ടാകുമല്ലോ. താങ്ക് യു മാഡം. ശ്രീ ഗോകുലം ഗോപാലനാണ് നമുക്കൊപ്പം ചേർന്നത്. എമ്പുരാന്റെ റിലീസിംഗിൽ ഒരു മാറ്റവുമില്ല. 27-ാം തീയതി തന്നെ റിലീസ് ഉണ്ടാകും. എമ്പുരാൻ എത്തുന്നു തിയേറ്ററുകളിലേക്ക്. ആരാധകർക്ക് ഇനിയിപ്പോൾ ഇക്കാര്യത്തിൽ ഒരു ആശങ്കയുടെയും അടിസ്ഥാനമില്ല എന്നതാണ്. റോഷിപാൽ, അപ്പോ മോഹൻലാലിനോട് ചോദിക്കാനുള്ളത്, അപ്പോ മാർച്ച് 27 ഉറപ്പിക്കാമല്ലേ അണ്ണ എന്നല്ലേ? സുജയ, അതുതന്നെയാണ്. കാരണം മുരളി ഗോപിയുടെ രചനയിൽ പൃഥ്വിരാജ് സംവിധാനം ചെയ്യുന്ന മോഹൻലാൽ ഉൾപ്പെടെ വലിയ താരനിരയുള്ള
ബിഗ് ബജറ്റ് ചിത്രം. അത് വലിയ കാത്തിരിപ്പായിരുന്നു. ആ ചിത്രം അനൗൺസ് ചെയ്ത അന്നു മുതൽ തന്നെ മലയാളി പ്രേക്ഷകരാകെ കാത്തിരിക്കുന്നു. കാരണം ലൂസിഫറിൻ്റെ രണ്ടാം ഭാഗം, ലൂസിഫർ തിയേറ്ററുകളിൽ അത് നിറഞ്ഞാടി ബോക്സ് ഓഫീസിൽ വലിയ വിജയം കൊയ്ത ചിത്രം കൂടിയാണ് ലൂസിഫർ. അതിൻ്റെ ഒരു സെക്കൻഡ് വരുമ്പോൾ സ്വാഭാവികമായും മലയാളികൾക്ക് വലിയ പ്രതീക്ഷയുണ്ട്. പ്രത്യേകിച്ച് മോഹൻലാലിൻ്റെയും പൃഥ്വിരാജിൻ്റെയും മഞ്ജു വാര്യരുടെയും ആരാധകർ ടൊവിനോ ഉൾപ്പെടെയുള്ള ലൂസിഫറിലെ അഭിനയിച്ച പ്രധാനപ്പെട്ട താരനിരകളൊക്കെ ഈ എമ്പുരാനിലും എത്തുന്നു എന്നതാണ്. 2023 ഒക്ടോബർ 5-നാണ് ചിത്രീകരണം ആരംഭിച്ചത്. അതിൻ്റെ പ്രൊഡക്ഷൻ എല്ലാം പൂർത്തിയായതാണ്, നേരത്തെ തന്നെ പൂർത്തിയായി. പക്ഷേ റിലീസിങ്ങുമായി ബന്ധപ്പെട്ട് മാത്രമായിരുന്നു ആശയക്കുഴപ്പം. മലയാളം ഉൾപ്പെടെ 5 ഭാഷകളിലാണ് ഒരേ സമയത്ത് എമ്പുരാൻ തിയേറ്ററുകളിൽ എത്തുന്നത്. മാത്രവുമല്ല, ഇന്ത്യക്ക് പുറമെ ഒട്ടേറെ വിദേശ രാജ്യങ്ങൾ, US, UK ഉൾപ്പെടെ, ഇറാൻ അടക്കം, തുർക്കി ഉൾപ്പെടെയുള്ള നിരവധി വിദേശ രാജ്യങ്ങളിൽ ഈ സിനിമ ചിത്രീകരിച്ചിട്ടുണ്ട്. അത്രയും പ്രതീക്ഷയോടെ തന്നെയാണ് ഇതിൻ്റെ പ്രൊഡക്ഷൻ ആശീർവാദ് ഒപ്പം ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോയത്. അത് പൃഥ്വിരാജ് ആകട്ടെ, മോഹൻലാലാകട്ടെ, അണിയറ പ്രവർത്തകർക്ക് വലിയ പ്രതീക്ഷയാണ്. അതിനപ്പുറത്തേക്ക് പ്രേക്ഷകരും വലിയ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നതാണ്. 27-ന് തന്നെ ചിത്രം തിയേറ്ററിൽ എത്തും. അതിനിടയിലുണ്ടായ ആശയക്കുഴപ്പം അത് ഗോകുലം ഗോപാൽ ഇടപെട്ട് പരിഹരിച്ചിരിക്കുന്നു എന്നതാണ് ഈ മലയാളി പ്രേക്ഷകരെ സംബന്ധിച്ചിടത്തോളം അത് വലിയ പ്രതീക്ഷയും ആശ്വാസവും നൽകുന്നത്. അണിയറ പ്രവർത്തകർക്കും വലിയ ആശങ്കയായിരുന്നു 27-ന് തിയേറ്ററിൽ പടം എത്തിക്കാൻ കഴിയുമോ എന്നത്. അതിനൊരു വിരാമമായിരിക്കുന്നു. ആശയക്കുഴപ്പത്തിന് പൂർണ്ണമായും വിരാമമായിരിക്കുന്നു. 27-ന് തന്നെ തിയേറ്ററിലേക്ക് ചിത്രം നിങ്ങളുടെ ഏറ്റവും വലിയ ഉയർച്ചയുടെ നിമിഷത്തിൽ സൂക്ഷിക്കുക, അപ്പോഴാണ് പിശാച് നിങ്ങളെ തേടി വരുന്നത് എന്നൊരു വാചകത്തോടെ പോസ്റ്റർ പങ്കുവച്ചിട്ടുണ്ട്. അവൻ ജീവിച്ചിരിപ്പില്ല എന്ന ലോകത്തെ വിശ്വസിപ്പിച്ചതാണ്. അപ്പോൾ മോഹൻലാൽ ഒരു പള്ളിയുടെ മുന്നിൽ ഒരു കറുത്ത പാൻറ്റും ഷർട്ടും കോട്ടുമൊക്കെ ഇട്ട് കയ്യിലൊരു കൂളിംഗ് ഗ്ലാസുമായി നിൽക്കുന്ന ഒരു പോസ്റ്റർ അടക്കം പുറത്തുവിട്ടിരുന്നു. ധാരണയിലേക്ക് എത്തിക്കഴിഞ്ഞിരിക്കുന്നു. പിന്നെ ഇപ്പോൾ ബിസിനസ് ആയതുകൊണ്ട് തന്നെ അതിൻ്റെ കൂടുതൽ കാര്യങ്ങൾ നമ്മൾ ചോദിച്ചാലും ശ്രീ ഗോകുലം ഗോപാലൻ പറയണമെന്നില്ല. അതുകൊണ്ട് തന്നെ ലൈക്ക പ്രൊഡക്ഷൻസിന്റെ മുഴുവൻ ചെലവും നൽകിക്കൊണ്ട് ശ്രീ ഗോകുലം മൂവീസ് ഏറ്റെടുക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം, അല്ലേ റോഷിപാൽ? സുജയ, അങ്ങനെ തന്നെയാണ്. കാരണം ലൈക്ക പ്രൊഡക്ഷൻ ഇതിൽ നമുക്ക് അറിയാൻ കഴിയുന്നത് റിലീസിങ്ങുമായി ബന്ധപ്പെട്ട്, OTT റിലീസിങ്ങുമായി ബന്ധപ്പെട്ടാണ് ചില എതിർപ്പുകൾ ഉയർത്തിയത്. അത് പണം കൂടുതൽ ആവശ്യപ്പെടുന്ന ഒരു സാഹചര്യം പോലും ഉണ്ടായി എന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ട യഥാർത്ഥ വിവരങ്ങൾ ഇപ്പോഴും ലഭ്യമല്ല. ഏതായാലും ഈ റിലീസിംഗ് തീയതി നിശ്ചയിച്ചതിലടക്കം ലൈക്ക വിഭിന്നമായ അഭിപ്രായം ഉയർത്തുകയും ചെയ്തു. ഇപ്പോൾ റിലീസിംഗ് തീയതി കൃത്യമായി അത് ഫെസ്റ്റിവലിൽ റിലീസ് ചെയ്യുക എന്ന ലക്ഷ്യത്തോടെ തന്നെയാണ് എമ്പുരാൻ്റെ അണിയറ പ്രവർത്തകർ അങ്ങനെ 27-ന് മാർച്ച് 27-ന് വിദ്യാലയങ്ങൾ അടക്കുന്നു. അവധിക്കാലമാണ്, പിന്നീട് റംസാനാണ്, വിഷു ഉൾപ്പെടെ പ്രതീക്ഷ, കേരളത്തിലെ വലിയ പ്രതീക്ഷ. മാത്രമല്ല ഈ ചിത്രം ലക്ഷ്യമിടുന്നത് എന്നത് വ്യക്തമല്ലേ റോഷിപാൽ? പ്രത്യേകിച്ചും ഈ മാസം അവസാനം ഈദ് വരുന്നു, അതിനുശേഷം ഈസ്റ്ററും വിഷുവും എത്തുന്നു. അങ്ങനെ അവധിക്കാല ചിത്രം, അതുപോലെ തന്നെ കൂടുതൽ പ്രേക്ഷകരിലേക്ക് ചിത്രം എത്തിക്കുക, തിയേറ്ററുകളിൽ തന്നെ വലിയ രീതിയിലുള്ള ഒരു കളക്ഷനിലേക്ക് എത്താൻ പോകുന്ന, ഇനിഷ്യൽ കളക്ഷൻ തന്നെ വലിയ രീതിയിൽ ഒരു പുള്ളുണ്ടാക്കുന്ന ഒരു ചിത്രമായിരിക്കും എന്നതാണ് ഇതിനകം തന്നെ ഇൻഡസ്ട്രിയിൽ നിന്ന് വരുന്ന റിപ്പോർട്ടുകളെല്ലാം. സുജയ, അങ്ങനെ തന്നെയാണ്. കാരണം ലൂസിഫർ കണ്ട പ്രേക്ഷകരൊക്കെ എമ്പുരാൻ ആദ്യ റൗണ്ടിൽ തന്നെ കാണുമെന്ന കാര്യത്തിൽ സംശയമില്ല. അങ്ങനെ ഒരു ആവേശം ഉണ്ടാക്കുന്ന അങ്ങനെ ഉള്ള ഒരു ചിത്രമായിരുന്നു ലൂസിഫർ. സ്വാഭാവികമാണ്. അതുകൊണ്ട് തന്നെ ഈ ചിത്രം പ്രഖ്യാപിച്ച അന്നു മുതൽ തന്നെ മലയാളി പ്രേക്ഷകർ കാത്തിരിപ്പാണ്. ആ കാത്തിരിപ്പിനനുസരിച്ച് തന്നെ ചിത്രം നിർമ്മിച്ചു എന്നതാണ്. സമയം ലഭിച്ചു. കാരണം കോവിഡ് സമയത്താണ് ഇതിൻ്റെ മറ്റു പ്രവർത്തനങ്ങൾ നടന്നത്. ആ കോവിഡിൻ്റെ ആ സമയത്തടക്കം ആ ലഭിച്ച സമയം പരമാവധി ഉപയോഗിച്ച് രചന മുരളി ഗോപി പൂർത്തിയാക്കി. പിന്നീട് വളരെ വിശദമായ ചർച്ചകൾക്ക് ശേഷമാണ് പൃഥ്വിരാജും മോഹൻലാലും ഉൾപ്പെടെയുള്ള വലിയ സംഘം അതിൻ്റെ ഭാഗമാകുന്ന, അതിൻ്റെ മറ്റ് ചിത്രീകരണം ഉൾപ്പെടെയുള്ള പ്രവർത്തനങ്ങളിലേക്ക് പോകുന്നതും. അത്രയേറെ സമയമെടുത്ത് അത്രയും അധ്വാനിച്ച് ഈ സിനിമ പൂർത്തിയാകുമ്പോൾ അത് തിയേറ്ററിലെത്തുമ്പോൾ വലിയ, കാരണം നേരത്തെ തന്നെ വലിയ പ്രചാരം ഉണ്ടായിരുന്നു. ഈ ലൂസിഫർ കഴിഞ്ഞു, എമ്പുരാൻ വരുമ്പോൾ അതിൽ പ്രേക്ഷകർ സാമൂഹ്യ മാധ്യമങ്ങളിലടക്കം വലിയ വിവരങ്ങൾ, അതിൻ്റെ ചിത്രീകരണത്തിൻ്റെ ഘട്ടങ്ങളിൽ ഓരോ വിവരങ്ങൾ പുറത്തു വരുമ്പോൾ വലിയ രീതിയിൽ അത് ആഘോഷിക്കുന്നുണ്ടായിരുന്നു പ്രേക്ഷകർക്ക്. അങ്ങനെ കാത്തിരിപ്പ്, അങ്ങനെ കാത്തിരുന്ന് എമ്പുരാൻ തിയേറ്ററുകളിലേക്ക് 27-ന് എത്തുമെന്ന വലിയ സന്തോഷത്തോടെയുള്ള പ്രതീക്ഷയാണ് മലയാളി പ്രേക്ഷകരെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്. ഒന്ന്, ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട നമുക്കിപ്പോൾ വെല്ലുവിളിയാകുന്ന ലഹരിക്കെതിരെയുള്ള ഒരു മെസ്സേജ് കൂടി ലൂസിഫർ നൽകിയിരുന്നു. സമാനമായ ഒരു സമൂഹത്തിന് ആവശ്യമായ എന്തെങ്കിലും സന്ദേശം കൂടി ഈ ചിത്രം നൽകുമോ എന്നതും പ്രധാനപ്പെട്ടതാണ്. അത് നമുക്കറിയാം. ഇപ്പോഴും അന്ന് മോഹൻലാലിൻ്റെ കഥാപാത്രം ത്തിൻ്റെ ഡയലോഗാണ് ഇപ്പോഴും കൂടുതലായും ഈ ലഹരിക്കെതിരെയുള്ള പ്രചാരണത്തിന് സാമൂഹ്യ മാധ്യമങ്ങളിലടക്കം ഉപയോഗിക്കുന്നത്.
അങ്ങനെ ഒരു നല്ല സന്ദേശം നൽകിയ ഒരു ചിത്രമായിരുന്നു ലൂസിഫർ. സമാനമായി തന്നെ എമ്പുരാനും ഒരു വ്യത്യസ്തമായ ഒരു മെസ്സേജ് ഈ ചിത്രത്തിൽ ഉണ്ടാകും എന്ന പ്രതീക്ഷയുമുണ്ട്. ഏതായാലും വലിയ കാത്തിരിപ്പ്, അതിന് ഗോകുലം ഗോപാലൻ്റെ നിർണായകമായ ഇടപെടൽ കൂടി വേണ്ടി വന്നു എന്നത് പ്രധാനപ്പെട്ടത് തന്നെയാണ്. ഗോകുലം ഗോപാലൻ അത് ഏറ്റെടുക്കുന്നു, നിർണായക ഘട്ടത്തിൽ ആ പ്രതിസന്ധി പരിഹരിക്കാൻ എത്തുന്നു, അത് ഏറ്റെടുക്കുന്നു. അത് ശ്രീഗോകുലം മൂവീസ് അത് റിലീസിങ്ങിന് വേണ്ട നടപടികളിലേക്ക് നീങ്ങുന്നു, ആ പ്രൊഡക്ഷൻ ഏറ്റെടുത്തുകൊണ്ട് മുന്നോട്ട് പോകുന്നു എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. വലിയ താരനിരയുണ്ട് ഈ ചിത്രത്തിൽ. ലൂസിഫറിൽ അഭിനയിച്ച എല്ലാവരും ഈ ചിത്രത്തിലേക്കും വരുന്നു എന്നതാണ്. അത് പൃഥ്വിരാജുണ്ട്, അതിന് പുറമെ ടൊവിനോ, മഞ്ജു വാര്യർ അടക്കമുള്ള വലിയ നിരയാണ്, താരനിര തന്നെ ലൂസിഫറിലുണ്ടായിരുന്നു. അതേ താരനിര തന്നെ എത്തുന്നു. അതിനു പുറമെ മറ്റ് ചില ബോളിവുഡ് താരങ്ങൾ കൂടി. തീർച്ചയായും നമ്മൾ ഇക്കാര്യത്തിൽ താരങ്ങളുടെയൊക്കെ പ്രതികരണം, പ്രത്യേകിച്ചും പൃഥ്വിരാജിന്റെയും മോഹൻലാലിന്റെയും ആന്റണി പെരുമ്പാവൂരിന്റെയും ഒക്കെ പ്രതികരണം നമ്മൾ തേടിയിരുന്നു. എന്തായാലും ഇപ്പോൾ ഗോകുലം ഗോപാലൻ ചൂണ്ടിക്കാട്ടിയതുപോലെ നിർമ്മാണം ഏറ്റെടുത്തിരിക്കുന്നു. 12 ദിവസമേ ഉള്ളൂ ഇനി ബാക്കി. അതിന്റെ ബാക്കി ധാരണാപത്രങ്ങളടക്കം അത് പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണ്. അടുത്ത ദിവസങ്ങളിൽ തന്നെ അതൊരു കംപ്ലീഷനിലേക്ക് എത്തുമെന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട വിവരം തന്നെയാണ്. സിനിമ ഏറ്റെടുത്തയാൾ തന്നെ അത് കൺഫേം ചെയ്യുന്നു. 27 തന്നെ റിലീസ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. ശ്രീ ഗോകുലം മൂവീസ് നിർമ്മാണം ഏറ്റെടുക്കുന്നു. എമ്പുരാൻ 27 തിയേറ്ററുകളിലേക്ക്. താങ്ക് യു റോഷിപ്പ.